ഹായ് ഓൾ. നിങ്ങളിപ്പോൾ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നവരാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു പുതിയ പിറവിയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. ഈ പീരീഡിൽ ധാരാളം സാഹചര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം. അത് നാളത്തേക്കുള്ള നിങ്ങളുടെ ഉടച്ചു വാർക്കലിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ഈ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചലിക്കാൻ പോലും കഴിയാതെ കെട്ടിയിട്ടതുപോലെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളിലോട്ട് വന്നിട്ടുണ്ടാകാം. അത് നിങ്ങളിലുള്ള അന്തർചൈതന്യത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങളെ അറിയിക്കാനും അതിലേക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ആളുകൾക്കും നിങ്ങൾ നന്ദി പറയുക കേട്ടോ. നിങ്ങൾക്ക് മോശം ചെയ്തവരായിരുന്നാലും ആ സാഹചര്യത്തിനോടെല്ലാം നന്ദി പറയുക. നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആവശ്യകത ഉണ്ടെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അത് നന്നായിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. എത്രത്തോളം സമയം നിങ്ങൾക്ക് അത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും അത്രയും സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളിലോട്ട് ധാരാളം അനുഗ്രഹം ഭഗവാൻ ചൊരിയുന്നുണ്ട്. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ കാണുന്നുണ്ട്. ഇതില് പലരും ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും പരീക്ഷണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ പൂർത്തിയായാൽ മാത്രമേ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ ആരോടൊക്കെയോ ചാരിറ്റി ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫലം ഒന്നും പ്രതീക്ഷിക്കാതെ ശുദ്ധ ഹൃദയത്തോടെ മറ്റുള്ളവരുടെ ശ്രദ്ധ ഒന്നും പിടിച്ചു പറ്റാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായമാണോ അത് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നവർക്ക് ചെയ്യുക. അതെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും എളിമത്തം വേണം. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായി അളന്നു കുറിച്ച് ഭഗവാനോട് ചോദിച്ചോളാനാണ് ഇവിടെ പറയുന്നത്. എന്താഗ്രഹമാണെങ്കിലും ക്ലിയർ കട്ടായി ഭഗവാനോട് ചോദിക്കുക, സമർപ്പിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്തോളാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വിശ്വസിച്ചോളുക, ഭഗവാനോട് അത് പറയുക. പിന്നെ നിങ്ങളിവിടെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ വളരെ പ്യുവറാണ്, നിങ്ങൾ നിഷ്കളങ്കരാണ് എന്നൊക്കെ അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ബ്ലെസ്സിങ്ങിന്റെ കാർഡിലും അത് തന്നെയാണ് കാണാൻ പറ്റിയത്. പ്രൊട്ടക്ഷനിലും അത് തന്നെയാണ്. അതായത് ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാത്സല്യം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെ നിങ്ങളെ ഒഴിവാക്കിയാലും ഒറ്റയ്ക്കാക്കിയാലും നിങ്ങളെ കൈപിടിക്കാൻ ഭഗവാൻ കൂടെയുണ്ട്. വിശ്വസിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്.